കേരളത്തിലെ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തത്ര ഒരു പ്രതിഷേധമാണ് KSUവിന്റെ ഭാഗത്തു നിന്ന് നിയമസഭയിലേക്ക് നടന്നത്. സംസ്ഥാനത്ത് പോലീസ് രാജ് എന്ന് ആരോപിച്ചായിരുന്നു KSUവിന്റെ പ്രതിഷേധം. ഏകദേശം 200-ലേറെ പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തി. നിയമസഭാ പരിസരത്ത് പോലീസ് അവരെ തടഞ്ഞു. ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാനുള്ള KSUക്കാരുടെ പ്രതിഷേധ ശ്രമം പോലീസുകാർ തടയുകയായിരുന്നു. നിരവധി തവണ പോലീസുകാർ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. പല വിഭാഗങ്ങളായി തിരിഞ്ഞ് പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം പ്രതിഷേധക്കാർ അവിടെ നിന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങി നേരെ പാളയത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്കുള്ള പാതയിലൂടെ നടക്കുകയായിരുന്നു. ഈ നടക്കുന്ന സമയത്തൊക്കെ രണ്ട് വശത്തും ഉണ്ടായിരുന്ന ഫ്ലെക്സുകളും മറ്റുമൊക്കെ പ്രതിഷേധക്കാർ അടിച്ചു തകർക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിസരത്തോടു കൂടിയാണ് പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അപ്രതീക്ഷിതമായിരുന്നു പ്രതിഷേധക്കാർ എത്തിയതും സെക്രട്ടേറിയറ്റിലെ മതിലുകൾ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പോലീസുകാർ അത് കൃത്യമായി തടഞ്ഞു. പോലീസുകാർ അവിടെ നിന്നും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പോലീസിനു നേരെയും പ്രവർത്തകർ കയർത്തപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പോലീസ്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ഒരുപോലെ തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രേംശക്തിക്കും ശ്യാമിനുമൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.